അടുത്ത പ്രോഗ്രാം ടു പ്രിൻറ്റ് ഓൾ ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to n. അപ്പോൾ 1 മുതൽ n വരെയുള്ള എല്ലാ നമ്പേഴ്സിലും നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് നോക്കണം. എന്തൊക്കെ നോക്കണം? ഓരോ നമ്പർ എടുത്തിട്ട് അത് ഈവൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈവൻ ആണെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരിക. ഈവൻ അല്ലാത്തതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് ഏത് നമ്പർ വരെയുള്ള ഈവൻ നമ്പേഴ്സിനെയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതാണ് നമ്മളുടെ ഈ n എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂ നമ്മൾ റീഡ് ചെയ്യുക. സോ യൂസിങ് ദി ഇൻപുട്ട് ഫംഗ്ഷൻ എൻ്റർ ദ വാല്യൂ ഓഫ് n. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി റീഡ് ചെയ്ത സ്ട്രിങ്ങിനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു, നമ്മളുടെ ഇൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനുള്ളിൽ കൊടുത്തു. എന്തിനു വേണ്ടി? അതിനെ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ കൺവേർട്ട് ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിളിലുണ്ട്. നമ്മൾ കൊടുത്തത് ഫസ്റ്റ് 10 എന്നാണെങ്കിൽ n ഈക്വൾ ടു 10 അതിൻ്റെ കയ്യിൽ ഉണ്ടാവും. ദെൻ i ഈക്വൾ ടു 1 ആക്കി നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ n എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സിൽ ട്രാവേഴ്സ് ചെയ്ത് പോകുമ്പോൾ, അതായത് ഫസ്റ്റ് നമ്പർ 1 മുതൽ ഒരു നമ്പർ 10 15 വരെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് ഓരോന്നോരോന്നെടുത്ത് ചെക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കവിടെ ഓരോ വാല്യൂസ്, അതായത് ഫസ്റ്റ് നമ്പറിൽ നെക്സ്റ്റ് നമ്പറിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ഒരു കൗണ്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ i എന്ന് പറഞ്ഞ വേരിയബിൾ. അപ്പോൾ i ഈക്വൽ ടു ഇനിഷ്യലി 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പർ എടുത്ത് ചെയ്തു. നെക്സ്റ്റ് അതിന് 2 ആകും, അപ്പോൾ രണ്ടാമത്തെ നമ്പർ, പിന്നെ 3 ആകും, പിന്നെ മൂന്നാമത്തെ നമ്പർ, അങ്ങനെ മുമ്പോട്ടേക്ക് ഓരോ നമ്പർ പ്രോസസ്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വൈൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ ഐയുടെ വാല്യൂ നമുക്ക് 7 കൊടുത്ത് നോക്കാം. എന്നിൻ്റെ വാല്യൂ 7 കൊടുത്ത് നോക്കാം. നമുക്ക് അതിലുള്ള ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 4 and 6. ഇത് മൂന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ n ഈക്വൽ ടു 7 ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഐയുടെ വാല്യൂ 1. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. കണ്ടീഷൻ ഈസ് ട്രൂ. അപ്പോൾ വൈൽ ലൂപ്പ് കഴിഞ്ഞു. വൈൽ ലൂപ്പിനുള്ളിലേക്ക് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെക്ക് ചെയ്യേണ്ട? എല്ലാ നമ്പേഴ്സിനും ഡിസ്പ്ലേ ചെയ്യേണ്ട, ഈവൻ നമ്പേഴ്സിനെ മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഈവൻ നമ്പർ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാമിൽ പറഞ്ഞതാണ് എന്താണ് ചെയ്യേണ്ടത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ കണ്ടുപിടിക്കുക. റിമൈൻഡർ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് ഈവൻ. അപ്പോൾ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുക എന്ന് പറഞ്ഞ ഒറ്റ പരിപാടി നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് എന്ത്? നമ്മുടെ മോഡുലസ് ഓപ്പറേറ്റർ. സോ ഈഫ് i mod 2 ഈക്വൽ ടു 0. ഐയിൽ ഇപ്പോൾ എന്താണുള്ളത്? 1 ആണുള്ളത്. സോ 1 mod 2 ഈക്വൽ ടു 0. 1 mod 2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കുക. അപ്പോൾ റിമൈൻഡർ വാല്യൂ എന്തിന് ഈക്വലൻ്റ് ആവണം? ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കുക. ഈക്വൽ ടു 0യുടെ മീനിങ് ദാറ്റ് ഈസ് എ കമ്പാരിസൺ ഓപ്പറേറ്റർ. സിംഗിൾ ഈക്വൽ ടു ആണെങ്കിൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. ഒന്നിന് ഒരു വാല്യൂ കൊടുക്കാൻ വേണ്ടി, ഐക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാൻ വേണ്ടിയാണ് സിംഗിൾ ഈക്വൽ ടു യൂസ് ചെയ്യുക. ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്യുമ്പോഴത്തേക്കും ലെഫ്റ്റിലും റൈറ്റിലുള്ള രണ്ട് പേര് സെയിം ആണോ എന്ന് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 mod 2 എടുത്താൽ എന്ത് കിട്ടുക? 1 തന്നെ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണോ നോക്കുമ്പോൾ അല്ല. നമുക്കറിയാം 1 ഈവൻ അല്ലല്ലോ. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ട്രൂ ആയിട്ടില്ല, അതിനുള്ളിലേക്ക് പോയില്ല. നെക്സ്റ്റ് നമ്മൾ നേരെ താഴെ വന്ന് എന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ ചെയ്തത് 1 mod 2 ഈക്വൽ ടു എന്താണ്? ആൻസർ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആവാത്തതുകൊണ്ട് പുറത്തിറങ്ങി. ഇഫിൻ്റെ ഈ പ്രിൻറ്റിങ് നടത്തിയില്ല. നെക്സ്റ്റ് വന്ന് i ഈക്വൽ ടു i പ്ലസ് 1. അപ്പോൾ അതിൽ ഓൾറെഡി 1 ആണ് ഉണ്ടായിരുന്നത്. സോ 1 + 1 ഈക്വൽ ടു 2i. എന്നിട്ട് വീണ്ടും നമ്മൾ വൈൽ ലൂപ്പിലെത്തി. സോ വൈൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇപ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. കണ്ടീഷൻ ട്രൂ ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഇഫ് 2 mod 2 ഈക്വൽ ടു 0. 2 mod 2 എന്ന് നമുക്കറിയാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടും. അപ്പോൾ ദിസ് ഈസ് ട്രൂ. സോ 2 mod 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്താ? കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ എന്ത് ചെയ്യണം? പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് i. അതിലിപ്പോൾ എന്താ ഉള്ളത്? ഈ 2 ആണുള്ളത്. സോ ഇറ്റ് പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് 2. അപ്പോൾ നമുക്ക് ഈ 2 കിട്ടി. നെക്സ്റ്റ് വീണ്ടും i ഈക്വൽ ടു i പ്ലസ് 1. പൈയുടെ വാല്യൂ ഓൾറെഡി 2 ആയിരുന്നു. 2 നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആക്കി മാറ്റി. ഇത് വീണ്ടും നമ്മുടെ വൈൽ ലൂപ്പിലെത്തി. വൈൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. കണ്ടീഷൻ നമുക്കറിയാം ട്രൂ ആണ്. 3 7നേക്കാളും ചെറുതാണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് 3 mod 2 ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കുക. 3 mod 2 എന്ന് നമുക്കറിയാം എന്താ വാല്യൂ? 3 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ക്വഷ്യൻ്റ് 1 കിട്ടും, റിമൈൻഡറും 1 കിട്ടും. അപ്പോൾ i mod 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. 0യ്ക്ക് ഈക്വലൻ്റ് അല്ല. അപ്പോൾ കണ്ടീഷൻ അവിടെ ഫോൾസ് ആയി. അപ്പോൾ ഈഫിൻ്റെ പ്രിൻറ്റിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പകരം നേരെ ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നു. i ഈക്വൽ ടു i പ്ലസ് 1 ആയി. പൈയുടെ വാല്യൂ ഇപ്പോൾ എന്തായി? 3 + 1 ഈക്വൽ ടു 4. നെക്സ്റ്റ് വീണ്ടും അങ്ങോട്ടേക്ക് എത്തി നമ്മുടെ വൈൽ ലൂപ്പിലെത്തി. സോ വൈൽ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. കണ്ടീഷൻ വീണ്ടും ട്രൂ ആണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇഫ് i mod 2 ഈക്വൽ ടു 0 ആണോ നോക്കി. അതിലെ വാല്യൂ 4 നമുക്കറിയാം. അപ്പോൾ 4 mod 2. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കറിയാം. ക്വഷ്യൻ്റ് ഈക്വൽ ടു 4/2 ഈക്വൽ ടു ക്വഷ്യൻ്റ് 2 ആയിരിക്കും, റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ മോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റിമൈൻഡറിൽ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആയി. സോ ഇറ്റ് പ്രിൻറ്റ്സ് ദ വാല്യൂ ഓഫ് i.
ഐ പ്രിൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 4 എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻ്റ് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും ഐ ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഐ ഇപ്പോൾ എന്തായിട്ട് മാറണം? 4 + 1 = 5 കിട്ടും. പിന്നെ വീണ്ടും വൈൽ ലൂപ്പിലെത്തി. വൈൽ 5 < ≤ 7 ആണോ എന്ന് നോക്കി. കണ്ടീഷൻ ട്രൂ ആണ്. നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യണം? 5 mod 2. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോഷ്യൻ്റ് 2 കിട്ടും. റിമൈൻഡർ പക്ഷേ 1 ആണ് കിട്ടുക. അപ്പോൾ കണ്ടീഷൻ ട്രൂ അല്ല. അപ്പോൾ അതുകൊണ്ട് പ്രിൻ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നേരെ പുറത്തിറങ്ങി ഐ = i + 1. അപ്പോൾ 5ൻ്റെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്ത് എന്തായിട്ട് മാറ്റി? 5 + 1 = 6 ആക്കി മാറ്റി. എന്നിട്ട് വീണ്ടും ലൂപ്പിൽ പോയി. വൈൽ 6 < < 7. കണ്ടീഷൻ ഈസ് ട്രൂ. ഇനി ഇഫ് 6 mod 2 = 0 ആണെന്ന് നോക്കാം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോഷ്യൻ്റ് നമുക്ക് 3 കിട്ടും. റിമൈൻഡർ നമുക്ക് 0 കിട്ടും. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. സോ ഇറ്റ് പ്രിൻറ്റ്സ് ദ വാല്യൂ ഓഫ് ഐ. ഐയിൽ ഇപ്പോൾ എന്താ ഉള്ളത്? 6 ആണ്. സോ ആ 6 അവിടെ പ്രിൻറ്റ് ചെയ്തു. ഒന്നുകൂടി ഐ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഐ ഇപ്പോൾ എത്രയായിട്ട് മാറി? 6 ആയിരുന്നു. അത് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 6 + 1 = 7 ആയി. നമ്മൾ വീണ്ടും ലൂപ്പിലെത്തി. സോ വൈൽ 7 < < 7. കണ്ടീഷൻ ട്രൂ ആണല്ലോ. 7 < <= ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. ലെസ് ദാൻ ആണെങ്കിൽ അത് ഫോൾസ് ആയേനെ. ലെസ് ദാൻ = ഉള്ളതുകൊണ്ട് രണ്ട് നമ്പർ സെയിം ആണെങ്കിൽ അവിടെ ട്രൂ ആയിരിക്കും. ട്രൂ ആയി നമ്മൾ ഉള്ളിൽ കയറി 7 mod 2. 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ വാല്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കറിയാം റിമൈൻഡർ 1 ആ കിട്ടുക. 3 × 2 6. 7 - 6 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. സോ കണ്ടീഷൻ ഫോൾസ് ആണ്. പ്രിൻ്റ് ചെയ്യില്ല. നേരെ പുറത്തിറങ്ങി ഐ = i + 1 ചെയ്തു. ഇപ്പോൾ 7 + 1 ചെയ്ത് എന്തായിട്ട് മാറും? 8 ആയിട്ട് മാറും. നെക്സ്റ്റ് വീണ്ടും നമ്മൾ വൈൽ ലൂപ്പിലെത്തി. സോ വൈൽ 8, ഐയുടെ വാല്യൂ ഇപ്പോൾ 8 അല്ലേ? സോ 8 < < 7 ആണോ എന്ന് നോക്കി. കണ്ടീഷൻ ഫെയിലായി. നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ നമ്മളുടെ ഈവൻ നമ്പേഴ്സ് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടി. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രോഗ്രാം ടു പ്രിൻ്റ് ഓൾ ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to n. ഈ രണ്ട് പ്രോഗ്രാം നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരൊറ്റ സിമ്പിൾ മാത്രമേ വേരിയേഷൻ വന്നിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എന്താ ചെക്ക് ചെയ്തേ? mod 2 എടുത്തിട്ട് = 0 ആണോ നോക്കി. = 0 ആണെങ്കിൽ ഈവൻ, = 0 അല്ലെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഓഡ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? = 0 എന്നുള്ളത് മാറ്റി എന്താക്കി മാറ്റി? not = 0 എന്നാക്കി മാറ്റി. ആ ഒരൊറ്റ ചേഞ്ച് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഈ സ്റ്റേറ്റ്മെൻറ്റും i = i + 1 സെയിം തന്നെയാണ്. i = i + 1 എഴുതിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു i + = 1. അപ്പോൾ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്സിലും ചേഞ്ച് ഇല്ല. ആകെ നമ്മൾ ഈ കണ്ടീഷൻ = 0 ആയിരുന്നത് എന്താക്കി മാറ്റി? not = 0 ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? = 0 ആണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ കിട്ടുന്നതെങ്കിൽ അത് ഈവൻ ആയിരിക്കും. അല്ലാത്ത നമ്പേഴ്സൊക്കെ എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. റൺ ചെയ്ത് നോക്കാം. 10 കൊടുത്താൽ 1 3 5 7 9. നമ്മളിതുവരെ പറഞ്ഞ പ്രോഗ്രാംസിലൊക്കെ നമ്മൾ i = 1 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നെക്സ്റ്റ് 2i 3i 4i അങ്ങനെ മുമ്പോട്ടേക്ക് ട്രാവേഴ്സ് ചെയ്ത് പോയിട്ട് ഓരോരോ ഡിജിറ്റ് എടുത്ത് പ്രോസസ്സ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതിന് നേരെ തിരിച്ചുള്ളൊരു കേസ്. ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ആ നമ്പർ മുതൽ 1 വരെ ബാക്കിലോട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. സോ പ്രോഗ്രാം ടു പ്രിന്റ് ദ നമ്പേഴ്സ് ഫ്രം n down to 1. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ n ഓരോ ലിമിറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ 10 ആണ് കൊടുക്കുന്നതെങ്കിൽ 10 മുതൽ താഴേക്ക് 1 വരെയുള്ള വാല്യൂസിന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഏത് നമ്പർ മുതലുള്ള വാല്യൂസ് ആണോ നമുക്ക് കാണേണ്ടത് അത് നമ്മൾ ഫസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു. എൻ്റെ ദ വാല്യൂ ഓഫ് n. നമുക്കറിയാം ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്യുന്ന സ്ട്രിംഗ് ഫോർമാറ്റിലാണ്. അത് നമ്മൾ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചു ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്തു. ഈ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇൻ്റെ ബ്രാക്കറ്റാണ് ഈ കാണുന്ന ബ്ലൂ, ഇവിടെ ലാസ്റ്റ് കാണുന്ന ബ്ലൂ. നെക്സ്റ്റ് നമ്മുടെ ലൂപ്പ് വളരെ സിമ്പിൾ ലൂപ്പാണ്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ? വൈൽ n > 1. അപ്പോൾ n മുതൽ 1 വരെയുള്ള വാല്യൂസാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരേണ്ടത്. ഫസ്റ്റ് എന്നിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഒന്ന് താഴേക്ക് ഇറങ്ങി, ഒന്ന് താഴേക്ക് ഇറങ്ങി, ഒന്ന് താഴേക്ക് ഇറങ്ങി, അങ്ങനെ ഓരോന്നോരോന്ന് കുറച്ച് പോയിട്ട് നമ്മളിവിടെ ഒരു എത്തും 1 വരെ എത്തും. സോ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ 5 ആണെന്ന് കരുതാം. 5 4 3 2 1 ഉണ്ടല്ലോ. താഴേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സോ പ്രോഗ്രാം ടു പ്രിൻറ്റ് നമ്പേഴ്സ് എല്ലാ നമ്പേഴ്സിനും ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി അപ്പോൾ ഫസ്റ്റ് നമ്മൾ വൈൽ n > 1. നമ്മളിപ്പോൾ n ഇപ്പോൾ കൊടുത്തേക്കുന്നത് എത്രയാണ്? 5 ആണ്. സോ 5 ഈസ് > 1. കണ്ടീഷൻ ഈസ് ട്രൂ. നെക്സ്റ്റ് എന്ത് ചെയ്യും? പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് n. അപ്പോൾ അത് നമ്മൾ 5 പ്രിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് n = n - 1. അപ്പോൾ n വാല്യൂ എന്തായിട്ട് മാറി? n = 5 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആയിട്ട് മാറി. അപ്പോൾ n-ൻ്റെ വാല്യൂ 4 ആയി. എന്നിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് എത്തി? നമ്മുടെ ലൂപ്പിലേക്ക് എത്തി. ഈ ലൂപ്പിലെത്തിയിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്തു 4 > 1 ആണോ? ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. അഗെയിൻ പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് n. അപ്പോൾ എന്നിലുള്ള 4 പ്രിൻറ്റ് ചെയ്തു.
നെക്സ്റ്റ് n ഈക്വൽ ടു n മൈനസ് 1. അപ്പോൾ എന്തായി 4നെ വീണ്ടും നമ്മൾ ഒന്നുകൂടി കുറച്ചു. സോ 4 മൈനസ് 1 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടി. സോ എന്നിലെ വാല്യൂ ഇപ്പോൾ 3 ആയി. എന്നിട്ട് വീണ്ടും നമ്മൾ വൈൽ ലൂപ്പിൽ പോയി 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. കണ്ടീഷൻ ഈസ് ട്രൂ. പ്രിൻസ് ദ വാല്യൂ ഓഫ് n. എന്നിൽ 3 ഉണ്ട്, അത് പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ഡിക്രീസ് ദ വാല്യൂ ഓഫ് n ബൈ 1. അപ്പോൾ 3 എന്ന് പറഞ്ഞ വാല്യൂ എന്തായി, ഒന്നുകൂടി കുറച്ച് നമ്മളത് 3 മൈനസ് 1 ഈക്വൽ ടു 2 ആയിട്ട് മാറി. എന്നിട്ട് വീണ്ടും നമ്മുടെ വൈൽ ലൂപ്പിലെത്തി. വൈൽ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. കണ്ടീഷൻ ട്രൂ ആണല്ലോ. അപ്പോൾ പ്രിൻസ് ദ വാല്യൂ ഓഫ് n. അപ്പോൾ 2 എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. n ഈക്വൽ ടു n മൈനസ് 1. അപ്പോൾ 2 ആയിരുന്ന വാല്യൂ നമ്മൾ ഒന്നുകൂടി കുറച്ച് എന്താക്കി മാറ്റി, 2 മൈനസ് 1 ഈക്വൽ ടു 1 ആയിട്ട് മാറി. എന്നിട്ട് വീണ്ടും വൈൽ ലൂപ്പിലെത്തി. വൈൽ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് എന്താണ്, 1 ഈക്വൽ ടു 1 കണ്ടീഷൻ ട്രൂ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കണ്ടീഷൻ ട്രൂ തന്നെയായിരിക്കും. സോ ഇറ്റ് പ്രിൻസ് ദ വാല്യൂ ഓഫ് n. അപ്പം 1ൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ദെൻ n ഈക്വൽ ടു n മൈനസ് 1 ആകുമ്പോൾ എന്തായി, 1 മൈനസ് 1 ഈക്വൽ ടു 0 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ ലൂപ്പ് ചെയ്ത് നോക്കുമ്പോൾ എന്തായി, വൈൽ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. കണ്ടീഷൻ ഫോൾസ് ആയി. ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. ഇനിയിപ്പോൾ ഇവിടെ അകത്ത് എല്ലാ നമ്പേഴ്സിനും പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് n മുതൽ താഴേക്ക്. ഇനി ഈ വൈൽ ലൂപ്പിനുള്ളിൽ പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇനി ഈവൻ നമ്പേഴ്സ് മാത്രമായിട്ട് പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് മാത്രമായിട്ട് പ്രിൻറ്റ് ചെയ്യാം, അല്ല പ്രൈം നമ്പേഴ്സ് മാത്രമായിട്ട് പ്രിൻറ്റ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുക. ഈ പ്രിൻറ്റിന് മുന്നേ ആ കോഡ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഈവൻ ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് നമ്മൾ n mod 2 എടുത്ത് കഴിഞ്ഞാൽ 0 കിട്ടുമോ എന്ന് നോക്കുക. എന്നിട്ട് ആ ഒരു കേസ് അനുസരിച്ച് മുന്നോട്ടേക്ക് പോവാം. 0 കിട്ടുകയാണെങ്കിൽ അത് ഈവൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈവൻ ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യുന്ന കേസ്. ഇനി 0 അല്ല കിട്ടുന്നതെങ്കിലോ അത് ഓഡായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പേഴ്സ് മാത്രം നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അതെങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ മോഡിഫൈ ചെയ്ത് പോവാം. ഇവിടെ ഇപ്പോൾ എല്ലാ നമ്പേഴ്സിനും ഡിസ്പ്ലേ ചെയ്യുന്നതുകൊണ്ടാണ് സിംപ്ലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്നവരെ എല്ലായിടത്തും പ്രോസസ്സ് ചെയ്യുന്നു. ഓരോ നമ്പറിനെയും പ്രിൻറ്റ് ചെയ്യുന്നു. ഓരോന്നോരോന്ന് കുറച്ച് പ്രിൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് n ഈക്വൽ ടു n മൈനസ് 1 ഉപയോഗിച്ച് ഓരോന്നോരോന്ന് താഴേക്ക് പോകുന്നതും ഓരോന്നോരോന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്.